നമസ്കാരം. താസ സർവേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത്? ഇന്ത്യ മുന്നണി അധികാരം പിടിച്ചടക്കുമോ, അല്ലെങ്കിൽ NDA മുന്നണി തുടർഭരണം ആവർത്തിക്കുമോ? തെരഞ്ഞെടുപ്പിലെ 6 ഘട്ടങ്ങൾ ഇപ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് പരിഗണിക്കുമ്പോൾ BJPക്ക് ഏറെ ഞെട്ടലുണ്ടാക്കുന്നതായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് നിലവിൽ എല്ലാ സർവേ ഫലങ്ങളും ഇപ്പോൾ സൃഷ്ടിക്കുന്നത്. ഇത്തവണ NDAക്ക് അടിപതറും. ഇന്ത്യ മുന്നണി വലിയൊരു കുതിച്ചുചാട്ടം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കുമെന്നാണ് മിക്ക സർവേ ഫലങ്ങളും ഇപ്പോൾ വിലയിരുത്തുന്നത്. ഇപ്പോഴിതാ താസ സർവേ ഫലം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഓരോ സംസ്ഥാനത്തും എത്ര സീറ്റ് വീതം ഇരു മുന്നണികളും നേടുമെന്നത് ഇവർ ഈ വിലയിരുത്തലിൽ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവർ പറയുന്നത് 200 സീറ്റ് NDAക്കും 281 സീറ്റ് ഇന്ത്യ മുന്നണിക്കും 62 സീറ്റുകൾ മറ്റുള്ളവർ എന്നിങ്ങനെയാണ് ഓരോ സംസ്ഥാനം തിരിച്ചുള്ള കണക്കുകൾ ഇവർ പറയുന്നത്. നമുക്കതൊന്ന് പരിശോധിക്കാം. താസ സർവേ പ്രകാരമുള്ള കണക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആകെ 543 ലോക്സഭാ സീറ്റുകളിൽ നമുക്ക് തെലങ്കാനയിലെ കണക്കുകൾ ആദ്യം പരിശോധിക്കാം. തെലങ്കാനയിൽ 17 സീറ്റുകളാണുള്ളത്. ഈ 17-ൽ 2 സീറ്റുകൾ അത് NDAക്കൊപ്പവും അതുപോലെ തന്നെ 12 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കൊപ്പവും 3 സീറ്റുകൾ അത് മറ്റുള്ളവർക്കൊപ്പമെന്നാണ് താസ സർവേ ഫലം വിലയിരുത്തുന്നത്. അടുത്തത് മഹാരാഷ്ട്രയാണ്. നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 48 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ഇതിൽ 16 NDAക്കൊപ്പവും അതുപോലെ തന്നെ 32 ഇന്ത്യ മുന്നണിക്കൊപ്പവും എന്നാണ് സർവേ വിലയിരുത്തുന്നത്. മറ്റുള്ളവർക്കൊപ്പം സീറ്റുകളൊന്നും തന്നെ ഇല്ല. ഇനി അടുത്തത് ഛത്തീസ്ഗഡാണ്. ഛത്തീസ്ഗഡിലാണെങ്കിൽ 11 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ഇതിൽ 4 അത് NDAക്കൊപ്പവും അതുപോലെ തന്നെ 7 ഇന്ത്യ മുന്നണിക്കൊപ്പവും എന്നാണ് താസ സർവേ ഫലം വിലയിരുത്തുന്നത്. അടുത്തത് രാജസ്ഥാനാണ്. രാജസ്ഥാനിൽ 25 സീറ്റുകൾ ലോക്സഭാ സീറ്റുകളാണുള്ളത്. ഇവിടെ 13 NDAക്കൊപ്പവും അതുപോലെ തന്നെ 12 ഇന്ത്യ മുന്നണിക്കൊപ്പവും എന്നാണ് സർവേ വിലയിരുത്തുന്നത്. അടുത്തത് മധ്യപ്രദേശാണ്. മധ്യപ്രദേശിൽ 29 ലോക്സഭാ സീറ്റുകളുണ്ട്. ഇവിടെ 16 NDAക്കൊപ്പവും അതുപോലെ തന്നെ 13 ഇന്ത്യ മുന്നണിക്കൊപ്പവും എന്നാണ് സർവേ വിലയിരുത്തുന്നത്. അടുത്തത് ജാർഖണ്ഡാണ്. ജാർഖണ്ഡിലെ കണക്കുകൾ നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ 14 ലോക്സഭാ സീറ്റുകളുണ്ട്. ഈ 14 സീറ്റുകളിൽ 4 അത് NDAക്കൊപ്പവും അതുപോലെ തന്നെ 8 ഇന്ത്യ മുന്നണിക്കൊപ്പവും അതുപോലെ 2 സീറ്റുകളുണ്ട് അത് മറ്റുള്ളവർക്കൊപ്പമെന്നാണ് താസ സർവേ ഫലം വിലയിരുത്തുന്നത്. അടുത്തത് അസാമാണ്. അസാമിൽ 14 ലോക്സഭാ സീറ്റുകളുണ്ട്. ഈ 14 സീറ്റുകളിൽ 9 അത് NDAക്കൊപ്പവും അതുപോലെ തന്നെ 5 ഇന്ത്യ മുന്നണിക്കൊപ്പമെന്നാണ് താസ സർവേ ഫലം വിലയിരുത്തുന്നത്. അടുത്തത് പഞ്ചാബാണ്. പഞ്ചാബിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടെ 13 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. ഈ 13 9 അത് ഇന്ത്യ മുന്നണിക്കൊപ്പമാണ്. അതുപോലെ തന്നെ 4 അത് മറ്റുള്ളവർക്കൊപ്പമാണ്. NDAക്കൊപ്പം ഒരു സീറ്റ് പോലും ഇല്ല എന്നാണ് ഈ താസ സർവേ ഫലം വിലയിരുത്തുന്നത്. അടുത്തത് ഹരിയാനയാണ്. ഹരിയാനയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 10 സീറ്റുകളാണ് ആകെയുള്ളത്. ഈ 10 സീറ്റുകളിൽ 4 അത് NDAക്കൊപ്പവും അതുപോലെ തന്നെ 6 ഇന്ത്യ മുന്നണിക്കൊപ്പമെന്നാണ് സർവേ ഫലം വിലയിരുത്തുന്നത്. അടുത്തത് ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിലാണെങ്കിൽ 5 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. ഈ 5 സീറ്റുകളിൽ 3 അത് NDAക്കൊപ്പവും അതുപോലെ 2 ഇന്ത്യ മുന്നണിക്കൊപ്പമെന്നാണ് താസ സർവേ ഫലം വിലയിരുത്തുന്നത്. അടുത്തത് ഒഡീഷയാണ്. ഒഡീഷയിൽ 21 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. ഈ 21 5 അത് NDAക്കൊപ്പവും അതുപോലെ തന്നെ 5 ഇന്ത്യ മുന്നണിക്കൊപ്പവും ബാക്കി 11 അത് മറ്റുള്ളവർക്കൊപ്പമെന്നാണ് താസ സർവേ ഫലം വിലയിരുത്തുന്നത്. അടുത്തത് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിൽ 25 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. 25 6 അത് NDAക്കൊപ്പവും അതുപോലെ തന്നെ 5 ഇന്ത്യ മുന്നണിക്കൊപ്പവും അതുപോലെ 14 മറ്റുള്ളവർക്കൊപ്പമെന്നാണ് സർവേ ഫലം വിലയിരുത്തുന്നത്. ഇപ്പോൾ ആകെ നമ്മൾ 232 ലോക്സഭാ മണ്ഡലങ്ങൾ പരിശോധിച്ചപ്പോൾ അതിൽ 82 NDAക്കൊപ്പം നിൽക്കുന്നത്. 116 അത് ഇന്ത്യ മുന്നണിക്കൊപ്പവും അതുപോലെ 34 മറ്റുള്ളവർക്കൊപ്പമെന്നാണ് താസ സർവേ ഫലം നിലവിൽ 232 ലോക്സഭാ മണ്ഡലങ്ങൾ പരിശോധിച്ചപ്പോൾ വിലയിരുത്താൻ നമുക്ക് സാധിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ കർണാടകയിലേക്ക് വന്നു കഴിഞ്ഞാൽ കർണാടകയിൽ 28 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. ഈ 28 12 അത് NDAക്കൊപ്പവും അതുപോലെ 16 ഇന്ത്യ മുന്നണിക്കൊപ്പമെന്നാണ് സർവേ ഫലം വിലയിരുത്തുന്നത്. അടുത്തത് ബംഗാളാണ്. ബംഗാളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ബംഗാളിൽ 42 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. 42 സീറ്റുകളിൽ 10 അത് NDAക്കൊപ്പവും 5 ഇന്ത്യ മുന്നണിക്കൊപ്പവും 27 സീറ്റുകൾ അത് മറ്റുള്ളവർക്കൊപ്പമെന്നാണ് താസ സർവേ ഫലം വിലയിരുത്തുന്നത്. അടുത്തത് ബീഹാറിലെ കണക്കുകളാണ്. ബീഹാറിലാണെങ്കിൽ 40 ലോക്സഭാ സീറ്റുകളാണുള്ളത്. 40 സീറ്റുകളിൽ 15 അത് NDAക്കൊപ്പം അതുപോലെ തന്നെ 25 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കൊപ്പമെന്നാണ് താസ സർവേ ഫലം വിലയിരുത്തുന്നത്. അടുത്തത് ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശിൽ 4 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ഈ 4 2 വീതം NDAയും ഇന്ത്യ മുന്നണിയും വിജയിക്കുമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. അടുത്തത് ഗോവയാണ്. ഗോവയിലും 2 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ഈ 2 സീറ്റുകളിൽ 1 NDAയും അതുപോലെ തന്നെ മറ്റൊന്ന് ഇന്ത്യ മുന്നണിയും വിജയിക്കുമെന്നാണ്
സർവേ ഫലം വിലയിരുത്തുന്നത്. ഗോവയിലെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അടുത്ത മേഘാലയയാണ്. മേഘാലയയിലും 2 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ഇവിടെ ഒരു സീറ്റ് NDAക്കൊപ്പവും അതുപോലെ ഒരു സീറ്റ് ഇന്ത്യ മുന്നണിക്കൊപ്പം എന്നാണ് സർവേ ഫലം വിലയിരുത്തുന്നത്. അടുത്തത് നാഗാലാൻഡാണ്. നാഗാലാൻഡിൽ 6 ലോക്സഭാ സീറ്റുകളാണുള്ളത്. 6 എണ്ണത്തിൽ 4 എണ്ണം അത് NDAക്കൊപ്പവും അതുപോലെ 2 എണ്ണം ഇന്ത്യ മുന്നണിക്കൊപ്പം എന്നാണ് സർവേ ഫലം വിലയിരുത്തുന്നത്. അടുത്തത് സിക്കിമാണ്. സിക്കിമിൽ ഒരു സീറ്റാണ് ആകെയുള്ളത്. ഈ ഒരു സീറ്റ് ഇന്ത്യ മുന്നണിക്കൊപ്പം എന്നാണ് താസ സർവേ ഫലം വിലയിരുത്തുന്നത്. ഇപ്പോൾ നമ്മൾ 356 ലോക്സഭാ മണ്ഡലങ്ങൾ പരിശോധിച്ചപ്പോൾ 125 സീറ്റുകൾ അത് NDAക്കൊപ്പവും അതുപോലെ തന്നെ 170 എണ്ണം ഇന്ത്യ മുന്നണിക്കൊപ്പവും 61 എണ്ണം അത് മറ്റുള്ളവർക്കൊപ്പം എന്നാണ് താസ സർവേ ഫലം നിലവിൽ ഇപ്പോൾ 356 സീറ്റുകൾ വിലയിരുത്തുമ്പോൾ വ്യക്തമാക്കുന്നത്. അടുത്തത് മിസോറാമാണ്. മിസോറാമിലും ഒരു സീറ്റാണ് ആകെയുള്ളത്. ഈ ഒരു സീറ്റ് അത് മറ്റുള്ള പാർട്ടികൾ നേടുമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. NDAയ്ക്കും ഇന്ത്യ മുന്നണിക്കും ഒരു സീറ്റ് പോലും നേടാനായിട്ട് മിസോറാമിൽ സാധിക്കില്ല. അടുത്തത് ഗുജറാത്താണ്. ഗുജറാത്തിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 26 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഗുജറാത്തിലുള്ളത്. ഗുജറാത്തിൽ 18 സീറ്റുകൾ NDAയ്ക്കൊപ്പവും അതുപോലെ തന്നെ 8 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കൊപ്പം എന്നാണ് സർവേ ഫലം വിലയിരുത്തുന്നത്. അടുത്തത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടെ 80 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. 80 സീറ്റുകൾ പ്രധാനമായിട്ടും ഏറ്റവും അധികം എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശിലെ ഫലമെന്ന് പറയുന്നത്. അതിൽ 80 സീറ്റുകളിൽ 45 സീറ്റുകൾ അത് NDAയ്ക്കൊപ്പവും അതുപോലെ തന്നെ 35 എണ്ണം ഇന്ത്യ മുന്നണിക്കൊപ്പം എന്നാണ് ഈ താസ സർവേ ഫലം ഇപ്പോൾ വിലയിരുത്തുന്നത്. അടുത്തത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടെ 39 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. ഈ 39 ലോക്സഭാ മണ്ഡലങ്ങളിൽ 37 സീറ്റിൽ അത് ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നും 2 സീറ്റുകൾ മാത്രം NDAയ്ക്ക് നേടാൻ സാധിക്കുമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. അടുത്തത് അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 2 സീറ്റുകളാണ് ആകെയുള്ളത്. ഈ 2 സീറ്റുകളിൽ ഒരെണ്ണം ഇന്ത്യ മുന്നണിയും മറ്റൊന്ന് NDAയും നേടുമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. അടുത്തത് ജമ്മു കാശ്മീരാണ്. ജമ്മു കാശ്മീരിൽ 5 സീറ്റുകളാണ് ആകെയുള്ളത്. ഈ 5 സീറ്റുകളിൽ 2 എണ്ണം അത് NDAയ്ക്കൊപ്പവും 3 എണ്ണം ഇന്ത്യ മുന്നണിക്കൊപ്പം എന്നാണ് താസ സർവേ ഫലം വിലയിരുത്തുന്നത്. ഇനി നമ്മൾ ത്രിപുരയിലേക്ക് വന്നാലും ത്രിപുരയിൽ 2 സീറ്റുകളാണ് ആകെയുള്ളത്. ഈ 2 സീറ്റുകളും NDAയ്ക്കൊപ്പം എന്നാണ് ഇപ്പോൾ താസ സർവേ ഫലം വിലയിരുത്തുന്നത്. അടുത്തത് മണിപ്പൂരാണ്. മണിപ്പൂരിലും ആകെയുള്ളത് 2 ലോക്സഭാ സീറ്റുകളാണ്. ഈ 2 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നാണ് സർവേ ഫലം വിലയിരുത്തുന്നത്. ഇനി അടുത്തത് നാഗാലാൻഡാണ്. നാഗാലാൻഡിൽ 6 സീറ്റുകളാണ് ആകെയുള്ളത്. ഈ 6 സീറ്റുകളിൽ 4 സീറ്റുകൾ NDA വിജയിക്കുമെന്നും അതുപോലെ തന്നെ 2 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നാണ് സർവേ ഫലം പുറത്തു വരുന്നത്. അവസാനമായിട്ട് കേരളമാണ്. കേരളത്തിൽ ആകെ 20 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. ഈ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 20 സീറ്റും ഇന്ത്യ മുന്നണിക്കൊപ്പമെന്നാണ് സർവേ ഫലങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. NDAയ്ക്ക് ഒരു സീറ്റ് പോലും നേടാൻ സാധിക്കില്ല എന്നാണ് സർവേ ഫലം പുറത്തു വരുന്നത്. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. പ്രധാനമായിട്ടും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 6 സീറ്റുകൾ അത് 4 എണ്ണം NDAയ്ക്കൊപ്പവും അതുപോലെ തന്നെ 2 എണ്ണം ഇന്ത്യ മുന്നണിക്കൊപ്പമെന്നാണ് താസ സർവേ ഫലം വിലയിരുത്തുന്നത്. ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.